കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് ഉജ്ജ്വല തുടക്കം. 2 ദിവസങ്ങളിലായി നടക്കുന്ന പ്രതിനിധി സമ്മേളനം മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ. കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് ഉജ്ജ്വല തുടക്കം. 2 ദിവസങ്ങളിലായി നടക്കുന്ന പ്രതിനിധി സമ്മേളനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. LDF പ്രകടന പത്രികയിൽ ഇടം പിടിച്ച പ്രാദേശിക പത്രപ്രവർത്തക ക്ഷേമനിധി സർക്കാർ നടപ്പിലാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം കടുത്ത വെല്ലുവിളി നേരിടുകയാണ്. സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ മാധ്യമപ്രവർത്തകർ തയ്യാറാകണമെന്നും നെഗറ്റീവ് വാർത്തകൾക്ക് മാത്രമല്ല പോസിറ്റീവ് വാർത്തകൾക്കും പ്രാധാന്യം നൽകാൻ മാധ്യമങ്ങൾ തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൂചിപ്പിച്ചപ്പോൾ LDFിന്റെ പ്രകടന പത്രികയിലെ 510ാമത്തെ ഇനമായിട്ടാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. LDFിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടെങ്കിൽ അത് നടന്നിരിക്കുമെന്നുള്ള അഭിപ്രായമാണ് എനിക്ക് പ്രകടിപ്പിക്കാനുള്ളത്. കാരണം എൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട് 7 വിഷയങ്ങളാണ് ആ പ്രകടന പത്രികയിലുള്ളത്. സിവിൽ സപ്ലൈസ് വകുപ്പുമായി. അതിൽ 4ാം വർഷം അത് പൂർത്തിയാകുമ്പോൾ 6 വിഷയങ്ങൾ പൂർണ്ണമായി യാഥാർത്ഥ്യം. ഒരു വിഷയമുള്ളത് ഈ വരുന്ന സഭാ സമ്മേളനത്തിൽ നിയമമായി കൊണ്ടുവരാനുള്ള നടപടികളുടെ അന്തിമഘട്ടത്തിലാണ്. ഞാനിത് പറയുന്നത് ചെയ്യാൻ കഴിയുന്നത് പറയുകയും പറയുന്നത് ചെയ്യുകയും ചെയ്യുന്ന ഒരു മുന്നണിയാണ് ഞങ്ങളുടെ മുന്നണി എന്നുള്ള കാര്യം, ആ ഗവൺമെന്റ് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രകടന പത്രികയിലുള്ള ഇനമാണെങ്കിൽ അത് കേരളത്തിൽ യാഥാർത്ഥ്യമാകാൻ തടസ്സമില്ല. പക്ഷെ നിങ്ങളിത് പറഞ്ഞിട്ട് സമ്മേളനം കഴിഞ്ഞ് തിരിഞ്ഞു പോയാൽ പോലെ അതിൻ്റെ കൂടെ ഉണ്ടാകണം. തൊട്ടടുത്ത് IG സതീഷ് MLA ഇരിക്കും. ഞാൻ തിരുവനന്തപുരത്ത് നിന്നുള്ളൊരു മന്ത്രി കൂടി ആയതുകൊണ്ട് എന്നെ അറിയുന്നവർക്കറിയാം, ഞങ്ങളെല്ലാം അത്തരം വിഷയങ്ങളുടെ പരിഹരിച്ച് പോകുന്നവരുടെ കൂടെ നിൽക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാകിയാൽ സ്വാഭാവികമായി ഇത് യാഥാർത്ഥ്യമാകുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നാണ് ക്ലിയറായി എനിക്ക് പറയാനുള്ളത്. ഞാനത് സൂചിപ്പിക്കുക. കാരണം കേരളത്തിൽ ക്ഷേമ പദ്ധതിയിൽ അംഗമല്ലാത്ത അല്ലെങ്കിൽ ക്ഷേമനിധി രൂപം കൊടുക്കാത്ത ഏത് മേഖലയാണുള്ളത്? ഞാനിവിടെ സ്വാഗതം പറഞ്ഞിരുന്നപ്പോൾ അത് ഓർമ്മിക്കുകയാണ്. ഏത് ജനവിഭാഗമാണ് ക്ഷേമനിധി പരിധിക്കുള്ളിൽ വരാത്ത? അങ്ങനെ നോക്കുമ്പോൾ ഇതിനോട് മാത്രമേ കാണൂ. അവസാനം തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികളായി പണിയെടുക്കുന്നവർക്കടക്കം ക്ഷേമനിധി ഉണ്ടായ നാടാണ് നമ്മുടെ നാട്. പരിപാടിയിൽ IB സതീഷ് MLA സംസാരിച്ചു. സംസ്ഥാന പ്രസിഡന്റ് അനിൽ വിശ്വാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി KC സ്മിജിൻ സ്വാഗതവും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ, ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ.